ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും കൊടുവള്ളിയിലെ 3 എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും ഡിലീറ്റ് ചെയ്ത വീഡിയോകളുടെ വിവരങ്ങൾക്കായി കൊടുവള്ളി പോലീസ് മെറ്റയെ സമീപിച്ചു. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, കോഴിക്കോട്ടെ ചോദ്യപേപ്പർ വിവാദം അതൊരൊറ്റപ്പെട്ട സംഭവമല്ല. വീണ്ടും ഇന്നലെ KSU ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. SSLC കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നുവെന്ന്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിനിടെ തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവും മുന്നോട്ട് നീങ്ങുന്നത്. അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരിലേക്കാണ് അങ്ങനെ ഒരു സംശയിക്കത്തക്കതായ രീതിയിൽ ഈ MS സൊല്യൂഷൻസിന് ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് ആരാണ് എന്ന രീതിയിൽ എന്തെങ്കിലും സൂചനകൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി ലഭിക്കുന്നുണ്ടോ? ടോം, പ്രാഥമികമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് ചോദ്യപേപ്പർ ചോർത്തിയത് ആരെന്നതിലേക്ക് കൃത്യമായി അന്വേഷണ സംഘം എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത ശേഷം ഇതുമായി ബന്ധപ്പെട്ട സംശയമുള്ള ചില ഇടങ്ങളിൽ, പ്രത്യേകിച്ചും ഈ കൊടുവള്ളിയിലും സമീപപ്രദേശങ്ങളിലുമുള്ള ചില എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം നേരത്തെ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട പരാതി നൽകിയ കുറച്ച് അധ്യാപകരുണ്ടായിരുന്നു. കാരണം അസ്വാഭാവികമായാണ് അന്നത്തെ ഓണപരീക്ഷയിലും ഈ MS സൊല്യൂഷൻസിൻ്റെ പ്രഡിക്ഷൻസ്, അവരുടെ പ്രവചനങ്ങൾ കൃത്യമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അക്കാര്യത്തിൽ പരാതിപ്പെട്ട ചില അധ്യാപകരുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇനി അടുത്തത് ഈ MS സൊല്യൂഷൻസിലെ ഉടമസ്ഥനും അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരുമൊക്കെയായി അടുപ്പമുണ്ട് എന്ന് കാണുന്ന ചില അധ്യാപകരെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. ഇവർക്ക് ഈ MS സൊല്യൂഷൻസിലെ ജീവനക്കാരോ ഉടമയോമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്ന് കണ്ടെത്തും. പ്രത്യേകിച്ചും ഈ സൈബർ സെല്ലിൻ്റെയും മറ്റും സഹായത്തോടെ ഈ ഫോൺ മുഖേനയുള്ള ബന്ധങ്ങൾ, മറ്റ് പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഇതിന് ശേഷമാവും ഈ ഷുഹൈബ് ഈ MS സൊല്യൂഷൻസിൻ്റെ ഉടമയെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികൾ. അതിനു മുമ്പായി തന്നെ പ്രാഥമികമായി വിശദീകരണങ്ങൾ തേടി കൃത്യമായ മൊഴി രേഖപ്പെടുത്തി ചോർച്ച നടന്നിട്ടുണ്ടോ എന്ന് ഏകദേശം സ്ഥിരീകരണമാവും. ആ സ്ഥിരീകരണത്തിന് ശേഷമാവും ഈ സ്ഥാപനത്തിലെ പരിശോധനയും ചോദ്യം ചെയ്യലും ഉണ്ടാവുക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് വൈകാതെ അത്തരം നടപടിക്രമങ്ങളിലേക്ക് നീളുമെന്നും അറിയാൻ കഴിയുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഈ അശ്ലീല ഉള്ളടക്കം ഈ MS സൊല്യൂഷൻ. അനീഷ്, ഇവിടെ 2 ചോദ്യപേപ്പറുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ അന്വേഷണം. നേരത്തെ KSU ആരോപണം ഉന്നയിച്ചതുപോലെ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ വിവാദവും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്, പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതും ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരുമോ? ടോമ, 2 ചോദ്യപേപ്പർ, അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്കുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല പരിശോധിക്കുന്നത്. ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറും സമാനമായ രീതിയിൽ തന്നെ ചോർത്തിയിരുന്നു. അന്ന് നിരവധി വിമർശനങ്ങൾ ഉയർന്നെങ്കിലും പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നെങ്കിലും അന്ന് ചോർച്ച സർക്കാർ സമ്മതിക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ അന്വേഷണത്തിലേക്ക് നീങ്ങുകയുണ്ടായില്ല. അന്നും ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഈ MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനം തന്നെയാണ് ചോദ്യപേപ്പർ ചോർച്ച നടത്തിയത്. കൊടുവള്ളി മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത്. അന്നും ഈ കൊടുവള്ളിയിലെ ചില അധ്യാപകർ ഇത്തരത്തിൽ നിയമവിരുദ്ധമായ നീക്കം നടന്നു എന്ന് ചൂണ്ടിക്കാട്ടി പരാതി. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും നീങ്ങുന്നു. കൊടുവള്ളിയിലെ 3 എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ സംസ്ഥാന വ്യാപകമായി KSU ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവും ശക്തമാക്കിയിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം, ഉന്നതതല അന്വേഷണം വേണമെന്നാണ് KSUവിൻ്റെ ആവശ്യം.